കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയോട് കൂട്ടുകൂടാൻ ഇപ്പോൾ ഒരു സഖ്യം ബി ജെ പി ഭരണത്തിലൊക്കെ വരണമെങ്കിൽ ഒരു മുന്നണി വിപുലീകരണമൊക്കെ വരണം. ആ സഖ്യത്തിന് മറ്റ് കക്ഷികളൊന്നും തയ്യാറാവാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ബി ജെ പി അകറ്റി നിർത്തുന്നൊരു സാഹചര്യം. താങ്കൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ 2003 സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയ കേസ് നടത്തി വലിയൊരു വരുമാനം കിട്ടുന്ന അസിസ്റ്റൻറ്റ് സോളിസിറ്ററായിരുന്നു. എന്നോട് പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ട് 2003 ഞാൻ പ്രസിഡൻ്റായി. 2004 പൊതു തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ. ആ പൊതു തെരഞ്ഞെടുപ്പ് എനിക്കറിയില്ല എൻ്റെ പിന്നീടുള്ള സഹപ്രവർത്തകർ എത്ര പഠിച്ചു എന്ന് എനിക്കറിയില്ല. 2 പാർലമെൻറ്റ് സീറ്റുകളിൽ മലയാളക്കരയിൽ നിന്ന് മലയാളികൾക്കിടയിൽ നിന്ന് വാജ്പേയിയെ പിന്താങ്ങാൻ മാൻഡേറ്റ് നൽകി എം പിമാരാക്കിയ ചരിത്രം മലയാളികൾക്കുണ്ട്. ഒരു പൈസയും വന്നെനിക്ക് ഞാനത്തെ പ്രസിഡൻ്റാണ് പറയുന്നത് എവിടെ നിന്നും കിട്ടിയില്ല. പക്ഷേ അന്നത്തെ സ്ഥാപിച്ച ആൾ ഞാനാണ്. 2000 അവിടെ പോയി ലക്ഷദ്വീപ് ഒരൊറ്റ ഹിന്ദു വോട്ടറില്ലല്ലോ. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ ലീഗിൻ്റെ ഒരു പിന്തുണ, CPM-നാണെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളത് അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അത് വലിയ മുന്നണിയാണ്. അത് വലിയ മുന്നണി സംവിധാനത്തിൽ ആരാണ് മുഖ്യകക്ഷി, ആ മുഖ്യകക്ഷിയുടെ തീരുമാനപ്രകാരം താഴെയുള്ള കക്ഷികൾ പോകുന്ന സംവിധാനമാണ് കേരളത്തിലുള്ളത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒന്നാമത്തെ കക്ഷിയായി കേരളത്തിൽ എത്താൻ BJP കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് BJP-യായിട്ട് 23 കക്ഷികളെ ചേർത്തുകൊണ്ട് വാജ്പേയി 99 മന്ത്രിസഭ രൂപീകരിച്ചില്ലേ. ഷേഖ് അബ്ദുള്ളയുടെ മകൻ, ഷേഖ് അബ്ദുള്ളയുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. കൊച്ചുമകനായിരുന്നു കേന്ദ്രത്തിൽ മന്ത്രിയായത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാപകരെ കൊന്നു എന്ന ആരോപണമുള്ള ശ്യാമപ്രസാദ് മുഖർജി അവർ കൊന്നു എന്നാണ് ആരോപണമുള്ളത്. അപ്പോൾ ആ പാർട്ടി പോലും ഘടകകക്ഷിയായില്ലേ, DMK ഘടകകക്ഷിയായില്ലേ. ആരാകാത്തത്? കോൺഗ്രസ്. ആ കോൺഗ്രസ് ശാസ്ത്രത്തിൽ സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ബാക്കി ഒരു കക്ഷികളോടും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിൽ സന്ധി ചെയ്യാത്ത കൂടാത്ത ഒരു കക്ഷികളുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ CPM ശത്രുത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് അവരോട് നീതി പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തോട് കാട്ടുന്ന മാന്യത പരമാവധി കാണിച്ചിട്ടുള്ളത് BJP ജനതാ പാർട്ടി ഭരണകൂടങ്ങളാണ്. കോൺഗ്രസ് ഒഴികെ മറ്റ് പാർട്ടികളോടൊക്കെ സഹകരണം ആകാം എന്നുള്ളതാണ്. അതല്ല, അതിപ്പോഴത്തെ നേതാക്കന്മാർ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. എനിക്കിപ്പോഴത്തെ ഞാനിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പൊതുവെ കേരളത്തിൽ അങ്ങനെ ആയാൽ ഒരു കേരളത്തിൽ BJPക്ക് ഒരു ഭരണത്തിലേക്കൊക്കെ വരണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു സഖ്യ സാധ്യത അന്വേഷിക്കുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ഇവരൊക്കെ കേരളത്തിൻ്റെ വടക്കും തെക്കും ഒക്കെ പ്രബലരാണ്. ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു അധികാര മുന്നണി, അത് തത്വത്തെ ബലി കഴിച്ചുകൊണ്ടൊരു മുന്നണിക്ക് BJP ഒരിക്കലും തയ്യാറാവില്ല. അതേ സമയത്ത് തത്വം നരേന്ദ്രമോദിയുടെ നയങ്ങളെ, NDAയുടെ നയങ്ങളെ അംഗീകരിക്കുന്ന ആരെയും കൂട്ടാൻ സാധിക്കും. ഇതാണ് നിലപാട്. കേരളത്തിൽ ഇപ്പോൾ BJP ക്രൈസ്തവ സംഘടനകളുമായി സഭകളുമായിട്ടൊക്കെ അടുക്കുന്നതിന് എത്രയോ മുമ്പ് ആ ശ്രമം തുടങ്ങിയ ആളാണ് PS ശ്രീധരൻപിള്ള. അതിനുശേഷം ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവ സഭകൾ മാത്രമായിട്ട് അടുപ്പം മതിയോ? താങ്കൾക്കാണെങ്കിൽ മലബാർ വിശാലമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ടും മുസ്ലിം സംഘടനകളുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. അതൊരു ഒരു ഒരു ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 91 ഞാൻ കോഴിക്കോട് ജില്ലാ BJPയുടെ പ്രസിഡൻ്റായിരുന്നു. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അന്ന് വാസ്തവത്തിൽ ഇന്ത്യയിലാദ്യമായി BJP ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായ ഒരു സമ്മേളനം കോഴിക്കോട് അളകാവരെ വിളിച്ചു കൂട്ടി. ഞാൻ അതിൻ്റെ പ്രത്യാഘാതം ഒരുപക്ഷെ എന്നെ അങ്ങനെ ന്യൂനപക്ഷ വ്യക്തമാന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഫലമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ 3 പാർട്ടി യൂണിറ്റുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടഞ്ചേരി, പിന്നെ അതുപോലെ തന്നെ കുളിരാമുട്ടി ഏറിയ വെലങ്ങാട്, അമ്പാട്ട് ബേബിയൊക്കെ അന്ന് വന്ന ആൾക്കാരാണ്. അങ്ങനെ പാർട്ടിയുടെ 3 മൈനോറിറ്റി മാത്രമുള്ള യൂണിറ്റ് ഉണ്ടായി. ഇന്നിപ്പം അതേ ലൈനിലേക്ക് എല്ലാവരും പോകുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് കുറേ വിഷമതകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നെ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ആളാണ്, പക്ഷേ മുസ്ലിം അവിടുന്ന് ഒരു ചരിത്രം മാറ്റി കുറിക്കാൻ സാധിച്ചു. ഇവിടെ മൂവാറ്റുപുഴയിൽ ജയിച്ചപ്പം ആ ജയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അന്നത്തെ പ്രസിഡൻറ്റ്. എൻ്റെ വിജയമല്ല, എൻ്റെ ടീമിൻ്റെ വിജയമാണ്. പക്ഷെ പിന്നെ അതെങ്ങനെ പോയി, എങ്ങോട്ട് പോയി എന്നുള്ളത് ഞാൻ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി
ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനിയും അതിനൊക്കെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ. അല്ല, സാധിക്കുമെന്ന് ഇത് വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ഒരു നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്, ഇടപെടൽ കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ IPCയുടെ 100ാമത് സമ്മേളനത്തിൽ അവർ ക്ഷണിക്കപ്പെട്ട ആളുകളുടെ പട്ടികയിൽ, ആ പട്ടികയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമ്മേളനത്തിൻ്റെ പട്ടിക ഞാൻ ഉണ്ടായിരുന്ന ആ പട്ടികയെ സംബന്ധിച്ചിടത്തോളം ആ പട്ടികയിൽ പിന്നീട് മുഖ്യമന്ത്രി തലേദിവസം അദ്ദേഹത്തെ കൂടെ അവരെ വിളിക്കാനിടയായി. ആ സാഹചര്യത്തിലേക്ക് ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെന്താ, നിങ്ങൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ വന്ന് നിങ്ങളോട് പറയും എന്നുവെച്ചാൽ എൻ്റെ ആശയത്തെയാണ്, എൻ്റെ പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനവിടെ പോയി, ഞാൻ എൻ്റെ മറുപടിയും പറഞ്ഞു. അവരെനിക്ക് പ്രത്യേക സംവിധാനം ചെയ്ത് എല്ലാവർക്കും 5 മണിക്കാണ് സമ്മേളനത്തിന് കൊടുക്കുക, CM ഉൾപ്പെടെ ഉള്ളവർക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം 7 മണിക്കാണ്. 7 മണിക്കാക്കി. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ താത്വികമായ ഇന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയി എന്ന മനുഷ്യൻ ഷാർജയിൽ അവിടുത്തെ ഭരണാധിപൻ 50 സെൻറ്റ് സ്ഥലം കൊടുത്തു വാജ്പേയിജിക്ക്. അദ്ദേഹം അത് കൊടുത്തത് അവിടെ ഒരു ഹിന്ദു സ്ഥാപനവും അമ്പലങ്ങൾ പോലുമില്ല. പക്ഷേ അവിടെ പെന്തക്കോസ്തുകാർ അന്ന് ഒരു ബന്ധമുണ്ടായിരുന്നു ഒരാൾ, ഞാൻ പേരൊക്കെ അവിടെ പറഞ്ഞു. അവിടെ ഒരു പള്ളി നിങ്ങൾക്കുണ്ട്, ഉച്ചവരെ നിങ്ങൾ ആ പള്ളി പെന്തക്കോസ്തുകാർ ഉപയോഗിക്കും, ഉച്ച കഴിഞ്ഞിട്ട് മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് വാടകയ്ക്ക് കൊടുക്കും. മുസ്ലിങ്ങൾക്ക് അല്ലാണ്ട് ഹിന്ദുക്കളുടെ ഒരു സ്ഥാപനവും ഇല്ല. ഇത് ചെയ്ത വാജ്പേയിയാണ്. ഇതെല്ലാം പറഞ്ഞ ശേഷം നിങ്ങളുടെ സഭയുടെ ആദ്യത്തിൽ ഭരണാധിപനോട് ഒത്തു നിൽക്കേണ്ടവരല്ലേ, പ്രാർത്ഥിക്കേണ്ടവരല്ലേ? എന്നിട്ട് അവരെല്ലാവരും എണീറ്റ് 1,00,000 ആളുള്ള സഭയിൽ അവരെല്ലാവരും 5 മിനിറ്റ് സമയം എണീറ്റ് നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊന്നും വാർത്തയാക്കാൻ പറ്റുന്ന ആളുകൾ, ഗവർണറായ എനിക്ക് ഇത് നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റുമോ?